പ്രൈം സെവനിൽ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വിയറ്റ്നാമിൽ ഒരു ബോട്ട് അപകടമുണ്ടായി എന്ന വാർത്ത കുറച്ച് മണിക്കൂറുകളായി പുറത്തു വരുന്നുണ്ടായിരുന്നു. ആ മുങ്ങിയ ബോട്ടിൽ മലയാളികളുമുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വിക്ടറി എന്ന ഗ്രൂപ്പിന്റെ ഉടമയാണ് AC തോമസ്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, ഇന്ത്യക്കാരാണ്, മെഡിക്കൽ രംഗത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കൊട്ടാരക്കരയിൽ നിന്നുള്ള തോമസും ഭാര്യയുമാണ് ഈ അപകടത്തിൽപ്പെട്ടവർ എന്നറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? അതീവ ആശങ്കപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവർ 7-ാം തീയതിയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം പോയി. അതിനുശേഷം അവിടെ നിന്ന് വിമാനമാർഗം വിയറ്റ്നാമിലേക്ക് പോവുകയായിരുന്നു. ഇവർ ഒരു മെഡിക്കൽ കമ്പനി നടത്തുന്ന കുടുംബമാണ്. വലിയ രീതിയിൽ മെഡിക്കൽ ഉപകരണങ്ങളടക്കം മരുന്നുകളടക്കം വിൽക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. 1965 മുതൽ ഈ കാണാതായിട്ടുള്ള തോമസിന്റെ അച്ഛൻ തുടങ്ങി വെച്ചാണ്. പിന്നീട് സഹോദരങ്ങളൊക്കെ ചേർന്ന് ആ കമ്പനി വലിയ രീതിയിൽ വിവരപ്പെടുത്തുകയും വലിയ രീതിയിൽ ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് തോമസ്. ആ സ്ഥാപനത്തിന്റെ വിക്ടോറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു ട്രിപ്പിന് പോയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഇവരെ കാണാനില്ല, ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട അവരെ കാണാനില്ല എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളടക്കമുള്ള ആൾക്കാർക്ക് കാണാനില്ല എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ജില്ലാ ഭരണകൂടം പറഞ്ഞത് അവരെ കാണാനില്ല എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയിപ്പായി ലഭിച്ചിട്ടില്ല. നോർക്കയിൽ നിന്നോ മറ്റൊന്നും തന്നെയുള്ള ഒരു അറിയിപ്പ് ഇതുവരെ എംബസിയിൽ നിന്ന് അടക്കമുള്ള അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ല. അവരെ കാണാനില്ല എന്നുള്ള വിവരം മാത്രമാണ് ജില്ലാ ഭരണകൂടത്തിനും ലഭിച്ചിട്ടുള്ളത്. അതീവ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 7-ാം തീയതിയാണ് അവർ ഇവിടെ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി പോയത്. 8-ാം തീയതി വിയറ്റ്നാമിലേക്ക് പോകുന്നു. ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഈ കുടുംബത്തിന് എന്തെങ്കിലും അങ്ങനെ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? അവിടെ ആരെയാണ് ഇവർ ബന്ധപ്പെടുന്നത്? ഏതെങ്കിലും ഗ്രൂപ്പായിട്ടാണോ പോയത്? നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ കണ്ണ? ഇത് ഒരു ഗ്രൂപ്പായിട്ടാണ് പോയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ഥാപനത്തിന്റെ പേര് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ലാലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പേര്. ആ ഗ്രൂപ്പിന്റെ പേരൊന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ ഗ്രൂപ്പായിട്ടാണ് ഇവർ പോയത്. എനിക്ക് മനസ്സിലായിടത്തോളം നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇത് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വിറ്റുവരവിന്റെ ഭാഗമായി ലഭിക്കുന്ന ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയതാണോ എന്നുള്ളൊരു വിവരമാണ്, പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അവർ ഭാര്യയും ഭർത്താവും 7-ാം തീയതി ഇവിടെ നിന്ന് പോകുന്നു. ടൂറിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി അവർ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞു എന്നുള്ള വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. സഹോദരനോടാണ് സംസാരിക്കാൻ സാധിച്ചത്. സഹോദരനടക്കമുള്ള ആൾക്കാർ പറയുന്നത് അത്തരത്തിലുള്ള ബോട്ട് മറിഞ്ഞു, അവരെ കാണാതായി എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അത് ജില്ലാ ഭരണകൂടത്തിനും ലഭിച്ചിട്ടില്ല. കൊട്ടാരക്കര MP വിയറ്റ്നാം എംബസിയുമായി അടക്കം ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹവും അക്കാര്യങ്ങളെ കുറിച്ച് നോക്കിക്കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടുപേരെ കാണാതായിട്ടുണ്ട്. അതിൽ ഭാര്യയും ഭർത്താവുമുണ്ട്. കൊട്ടാരക്കര സ്വദേശികളായിട്ടുള്ള ആൾക്കാരെയാണ് കാണാതായിട്ടുള്ളത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥിരീകരിച്ച് നമുക്ക് പറയാവുന്ന വിവരം, രണ്ടുപേരെ കാണാതായിട്ടുണ്ട്. അതിൽ ഒന്ന് കൊട്ടാരക്കര സ്വദേശി തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിവോനിയുമാണ് കാണാതായിട്ടുള്ള 2 മലയാളികൾ എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റു വിവരങ്ങളെല്ലാം വിയറ്റ്നാമിൽ നടന്ന അപകടമാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ എംബസി വഴിയൊക്കെ സ്ഥിരീകരിച്ച് വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ.